അറിയുമോ നിങ്ങൾ ഹിഡുംബിയെ? രാക്ഷസകുലത്തിൽ പൂജാതയായ മനുഷ്യമാംസം ഭോജ്യമാക്കിയവൾ. എന്നാൽ ഭീമസേനൻ എന്ന ശക്തിപർവത്തെ കണ്ട നിമിഷം അവനിൽ അവൾ അനുരാഗവിലോലയായി. അവനുവേണ്ടി സ്വന്തം സഹോദരനെ ഒറ്റുകൊടുത്തു. രാഗാർദ്രയായ ഹിഡുംബി അവളുടെ ജന്മം മുഴുവൻ അവനുവേണ്ടി ഒഴിഞ്ഞുവെച്ചു. എന്നാൽ അവൾ കൊടുത്ത പ്രണയത്തിന്റെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും ഭീമന് തിരിച്ചു കൊടുക്കുവാൻ സാധിച്ചുവോ? അതിനുള്ള മറുപടി ഇല്ല എന്നു തന്നെയാണ്. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരും മാതാവായ കുന്തിദേവിയും വനാന്തർഭാഗത്തുകൂടി യാത്ര തുടർന്നു. കുന്തിദേവിയെ തന്റെ ചുമലിലേറ്റിയാണ് ഭീമസേനൻ നടന്നിരുന്നത്. ഏറെ ദൂരം പിന്നിട്ടപ്പോൾ അവർ വല്ലാതെ ക്ഷീണിതരായി. അടുത്ത് കണ്ട ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. മാതാവും 4 സഹോദരന്മാരും ഉറങ്ങുമ്പോൾ ഭീമസേനൻ ഉറങ്ങാതെ അവർക്ക് കാവലിരുന്നു. പാണ്ഡവർ വിശ്രമത്തിനായി തിരഞ്ഞെടുത്ത പ്രദേശം ഹിഡിംബൻ എന്നു പേരായ ഒരു രാക്ഷസന്റെ അധീനതയിലായിരുന്ന കാമ്യക വനം ആയിരുന്നു. ഹിഡിംബന് ഒരു സഹോദരിയും കൂടിയുണ്ട്. അവളുടെ പേര് ഹിഡിംബി എന്നാണ്. ഹിഡിംബ എന്നും അറിയപ്പെടുന്നു. അവർ മനുഷ്യമാംസം ഭക്ഷിക്കുവാൻ അതിയായ താല്പര്യമുള്ളവരായിരുന്നു. ഹിഡിംബനും ഹിഡിംബിയും താമസിച്ചിരുന്നത് വളരെയധികം പൊക്കമുള്ള ഒരു സാലവൃക്ഷത്തിലായിരുന്നു. ഹിഡിംബൻ അവിടെ വിശ്രമിക്കുന്ന വേളയിൽ അയാൾക്ക് മനുഷ്യരുടെ മണം ലഭിക്കുകയും അങ്ങനെ അയാൾ താഴേക്ക് നോക്കുമ്പോൾ കുറച്ചു മനുഷ്യരെ കാണുകയും ചെയ്തു. മനുഷ്യമാംസം കഴിക്കുവാനുള്ള അത്യധികമായ ആർത്തിയോടുകൂടി അയാൾ തന്റെ സഹോദരിയായ ഹിഡിംബിയോട് ആ മനുഷ്യരെ എങ്ങനെയെങ്കിലും കബളിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. സഹോദരന്റെ ആജ്ഞാനുസരണം ഹിഡിംബി ആ മനുഷ്യരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. മാതാവിനും സഹോദരങ്ങൾക്കും കാവലായി ഇരിക്കുന്ന പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ ഭീമസേനനിൽ അവൾ പ്രഥമ ദൃഷ്ട്യാ അനുരാഗവതിയായി. അയാളെ സ്വന്തമാക്കുവാൻ അവളുടെ ഉള്ളം തുടിച്ചു. തന്റെ ഈ രാക്ഷസ രൂപം അയാളിൽ ഭയം ജനിപ്പിക്കുമോ എന്ന് സന്ദേഹിച്ച് ഹിഡിംബി അതിസുന്ദരിയായ ഒരു അപ്സരസിന്റെ രൂപം സ്വീകരിച്ച് ഭീമസേനന്റെ സമീപം എത്തി. താൻ ഹിഡിംബൻ എന്ന രാക്ഷസന്റെ സഹോദരിയാണെന്നും തന്റെ പേർ ഹിഡിംബി എന്നാണെന്നും അവൾ പറഞ്ഞു. തന്റെ സഹോദരൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്നും ഹിഡിംബി ഭീമനോട് വിശദീകരിച്ചു. അതുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പൊയ്ക്കൊള്ളാനും അവൾ അവനെ ഉപദേശിച്ചു. എന്നാൽ ഭീമസേനൻ അതൊന്നും ഗൗനിച്ചില്ല. ഹിഡിംബി വീണ്ടും അവനോട് പറഞ്ഞു, തന്റെ സഹോദരൻ അതിശക്തനായ ഒരു രാക്ഷസനാണ്. അയാളെ നേരിടാൻ നിങ്ങൾക്കാവില്ല. ഞാൻ നിങ്ങളെയെല്ലാം തോളിലേറ്റി സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് ആക്കിത്തരാം. സഹോദരിയെ തിരക്കി വന്ന ഹിഡിംബൻ തന്നെ അവൾ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി അലറിക്കൊണ്ട് അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. എന്നാൽ ഭീമസേനന്റെ ഉരുക്കുമുഷ്ടിയിൽ അമർന്നു തീരാനായിരുന്നു രാക്ഷസന്റെ വിധി. കുന്തിദേവിയുടെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ ഹിഡിംബിയെ വിവാഹം ചെയ്തു. പുത്രനായ ഘടോൽക്കജന്റെ ജനനത്തിന് ശേഷം ഹിഡിംബിക്ക് ഭീമസേനനെ വിട്ടുപോകേണ്ടി വന്നു.